കുടുംബസ്വത്തിൽ നിന്നും 7 സെന്റ് സ്ഥലം പഞ്ചായത്തിന് ബഡ് സ്കൂൾ പണിയാൻ ദാനമായി നൽകി മാതൃകയാവുകയാണ് ഒക്കൽ പഞ്ചായത്തിലെ സിന്ധു ടീച്ചർ. കഴിഞ്ഞ 3 ടീമുകളിലായി ഒക്കൽ 9-ാം വാർഡിൽ നിന്നും വിജയിച്ച പഞ്ചായത്ത് ഭരണസമിതിയിലെത്തിയ ടീച്ചർ ആദ്യം ഭരണസമിതി അംഗവും പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ വൈസ് പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുകയാണ്. പഞ്ചായത്തിന് ആധാരം ചെയ്തു കൊടുത്ത സ്ഥലത്ത് സ്കൂളിന്റെ ശിലാസ്ഥാപനം ചാലക്കുടി MP ബെന്നി ബെഹ്നാൻ നിർവഹിച്ചു. ഒക്കൽ പഞ്ചായത്തിൽ 100ഓളം ഭിന്നശേഷിക്കാരാണുള്ളത്. അതിൽ 51 പേർ പഞ്ചായത്തിന്റെ സ്കോളർഷിപ്പോടെ പഞ്ചായത്തിന് പുറത്തുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഇവരുടെ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടിട്ടുള്ള ഇവർ ഭർത്താവ് VB ശശിയുമായി ആലോചിച്ച് തങ്ങൾക്ക് കൈമാറ്റത്തിലൂടെ ലഭിച്ച 7 സെന്റ് സ്ഥലമാണ് പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയത്. ഇവരുടെ അന്തരിച്ച മാതാപിതാക്കളുടെ സ്മരണാർത്ഥമാണ് സ്ഥലം നൽകുന്നതെന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥലം വിട്ടു നൽകിയതെന്നും ഭർത്താവ് VB ശശി പറഞ്ഞു. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൂടെ അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു ഭൂമി ഉണ്ടായിരുന്നില്ല. കോട്ടയത്തായിരുന്നു എൻ്റെ പറമ്പൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു മാറ്റക്കച്ചവടം വഴിയാണ് ഇവിടേക്ക് ഈ പറമ്പ് വന്നത്. ഇത് വന്നിട്ട് എൻ്റെ ഒരു 1.5 വർഷത്തോളം ആയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ മനോജ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ കാര്യം മനോജിനോട് പറഞ്ഞു. എൻ്റെ വൈഫ് സിന്ധു ടീച്ചർ അവരും കമ്മിറ്റിയിൽ പറഞ്ഞു. അപ്പോൾ അന്നെന്തോ അത് നീണ്ടുപോയിപ്പോൾ പുതിയ ഭരണസമിതി ഇദ്ദേഹം ഷിയാസ് പ്രസിഡൻ്റായി വന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്തു. നമ്മൾ 7 സെന്റ് സ്ഥലം 6 സെന്റാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. എങ്കിലും ആധാരം ചെയ്യാൻ പോയപ്പോൾ എനിക്ക് തോന്നി 1 സെന്റ് കൂടി കൊടുത്താലാണ് അത് പൂർണ്ണമാവുന്നതാണ്. 1 സെന്റിന് കൂടുതലായിട്ട് കൊടുത്താണ് 7 സെന്റ് ഞാൻ ആധാരം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. 2023-24 വർഷത്തെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സ്ഥലത്ത് ബഡ് സ്കൂളിന് കെട്ടിടം പണിയാൻ ആദ്യഘട്ടമായി 15 ലക്ഷം രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ് അറിയിച്ചു. പഞ്ചായത്തിന് ആധാരം ചെയ്തു കൊടുത്ത സ്ഥലത്ത് ചാലക്കുടി MP ബെന്നി ബെഹ്നാൻ ബഡ് സ്കൂളിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. 2150 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് ആദ്യഘട്ടം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 2150 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് നമ്മളിവിടെ പണിയുന്നത്. ഈ കെട്ടിടത്തിൽ തന്നെ 2 ക്ലാസ് റൂമുണ്ട്, ഒരു സ്റ്റാഫ് റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്, 3 ടോയ്ലറ്റ് ഉണ്ട്. അതേ രീതിയിലാണ് ഉണ്ട്. അതിനെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു ആദ്യ ഘട്ടമാണ്. 2ാമത്തെ ഘട്ടം നമുക്ക് ഇനി അടുത്ത് കുറച്ച് പൈസയും കൂടി പഞ്ചായത്തിന് വകയിരുത്തിയിട്ട് നമ്മൾ വയ്ക്കും. എത്രയും പെട്ടെന്ന് ഇതൊരു നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,